ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോ വിധീയതേ. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം തത്വമസി എന്നുള്ളതിലെ ത്വംപദ വിചാരം ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു. അതാണ് ഒരു ജീവനെ കുറിച്ചുള്ള വിചാരം. ആത്മാ എന്നുള്ളത് ആണ് അതിന്റെ ഐക്യത്തെ കാണിക്കുന്നതാണ്. അവിടെ ജീവനും ആത്മാവും ഐക്യത്തെ കാണിക്കുന്നതാണ് എന്ന് കണ്ടു. ഇനി ഈശ്വര വിചാരം, ഈശ്വരനെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. തത് എന്നുള്ളത് അറിയണമല്ലോ. അപ്പോ ഈശ്വരനാണ് എല്ലാത്തിനും കാരണം. ഈശ്വരന്റെ ഈശ്വരനാണ് ലക്ഷ്യാർത്ഥം. ആ വാക്കിന്റെ വാച്യാർത്ഥമല്ല നമ്മൾ എടുക്കേണ്ട, ലക്ഷ്യാർത്ഥങ്ങളാണെന്ന് പറഞ്ഞു. ലക്ഷ്യാർത്ഥം ഈശ്വരൻ. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഏവം സർവജ്ഞത്വാദി വിശിഷ്ട ഈശ്വര തത്പദ വാച്യാർത്ഥ. ഏവം സർവജ്ഞത്വാദി വിശിഷ്ട ഈശ്വര തത്പദ വാച്യാർത്ഥ. പിന്നെയോ ഉപാധിശൂന്യം ശുദ്ധ ചൈതന്യം ത്വത്പദ ലക്ഷ്യാർത്ഥ. തത്പദ ലക്ഷ്യാർത്ഥ. ഉപാധിശൂന്യം ശുദ്ധ ചൈതന്യം തത്പദ ലക്ഷ്യാർത്ഥ. അപ്പോ ആദ്യം വാച്യാർത്ഥം പറഞ്ഞു തത്പദത്തിന്റെ, പിന്നെ ലക്ഷ്യാർത്ഥം പറഞ്ഞു. ഏവം ച ജീവേശ്വരയോ, ജീവന്റെയും ഈശ്വരന്റെയും, ഏവം ച ജീവേശ്വരയോ ചൈതന്യരൂപേണ അഭേദേ ബാധക അഭാവഃ. അഭേദേ ബാധക അഭാവഃ. ഏവം സർവജ്ഞത്വാദി വിശിഷ്ട ഈശ്വര തത്പദവാച്യാർത്ഥഃ ഉപാധിശൂന്യം ശുദ്ധ ചൈതന്യം തത്പദ ലക്ഷ്യാർത്ഥഃ. ഏവം ച ജീവേശ്വരയോഃ ചൈതന്യരൂപേണ അഭേദേ ബാധക അഭാവഃ. എന്താണ് പറയുന്നത്? ഏവം, ഈ വിധം. അതായത് ജീവനെ നേരത്തെ നമ്മൾ വിചാരം ചെയ്തു, അതുപോലെ ത്വംപദ വിചാരം ചെയ്തതുപോലെ ഈശ്വരൻ എന്ന വാക്കിന്റെ വാച്യാർത്ഥം എന്ത്, ലക്ഷ്യാർത്ഥം എന്ത്, അത് കണ്ടുപിടിക്കും. അപ്പോ സർവജ്ഞത്വാദി വിശിഷ്ട ഈശ്വര, സർവജ്ഞത്വം മുതലായ ഗുണങ്ങളോട് കൂടിയവനാണ് ഈശ്വരൻ എന്ന വാച്യാർത്ഥം. ഈശ്വരൻ എന്നാൽ സർവജ്ഞനാണ്. നമ്മളൊക്കെ അല്പജ്ഞന്മാരാണ്. ജീവന്മാർ അല്പജ്ഞന്മാർ, ഈശ്വരൻ സർവജ്ഞൻ എന്നാണ് വാച്യാർത്ഥം. ഇനിയോ, അപ്പോ ആ പദത്തിന്റെ വാച്യാർത്ഥം പറഞ്ഞു. എന്താണ്? സർവജ്ഞത്വാദി വിശിഷ്ട ഈശ്വര എന്ന് പറഞ്ഞു. ഇനി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അർത്ഥമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഈശ്വരൻ എല്ലാം അറിയുന്നവനാണ് എന്നുള്ളത്. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരും ഉണ്ട്. അവർക്ക് അറിവിന്റെ ആവശ്യമില്ല. ഇല്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് അറിവിന്റെ ആവശ്യമില്ലല്ലോ. ഈശ്വരൻ എല്ലാം അറിയുന്നവൻ, സർവജ്ഞൻ എന്ന ആ ഒരു തനിമ, ഈശ്വരന് എല്ലാം അറിയുന്നവൻ എന്ന തനിമ, അത് വരാൻ കാരണം എന്താണ് ഈശ്വരനെ സർവജ്ഞൻ എന്ന് പറയാൻ കാരണം? ഈശ്വരൻ എല്ലാത്തിനും കാരണം എന്ന് നാം പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഈ ലോകത്തെ എടുത്ത് ഈശ്വരനോട് ചേർക്കുമ്പോൾ ലോകകാരണം, ലോകമുണ്ടായത്, ലോകകാരണം ഈശ്വരൻ എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നു. അപ്പോ ലോകത്തെ ത്യജിക്കുക, വിടുക, അപ്പോൾ ഈശ്വരനാണ്. അപ്പൊ ലോകത്തിന്റെ കാരണം ഈശ്വരൻ. ഇനി ആ ലോകത്തിനെ വിടുക, അതിനെ ത്യജിക്കുക, അപ്പോ ഈശ്വരൻ ആരാണ്? അപ്പോ എല്ലാത്തിനും കാരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാത്തിനും കാരണമായവൻ ജഡമല്ല, അറിവ് സ്വരൂപമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അറിവ് സ്വരൂപമാണ് ഇവിടെ പറയാൻ പറ്റുള്ളൂ. ലോകത്തെ ത്യജിച്ച, ലോകത്തെ വിട്ടിട്ട് നോക്കുകയാണെങ്കിൽ ലോകകാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ലോകകാരണം, ലോകത്തെ കണ്ടു കളഞ്ഞാൽ പിന്നെ ഈശ്വരൻ എന്താ അവസ്ഥാനം? അപ്പോ എല്ലാത്തിനും കാരണം എന്ന് പറയാൻ പറ്റത്തില്ല. ലോകമില്ലെങ്കിൽ പിന്നെ കാരണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ കാരണം എല്ലാത്തിനും കാരണമായവൻ,
ആരാണ്? ജഡമാണോ? അല്ല. എല്ലാത്തിനും കാരണമായവൻ ജഡമല്ല, ജഡവസ്തുവല്ല, ഒരു അറിവ് സ്വരൂപമാണ്. അപ്പൊ ജഡമായ ലോകം മായ എന്ന് തിരിച്ചറിഞ്ഞാൽ അവശേഷിക്കുന്ന അറിവ് സ്വരൂപമാണ് ഈശ്വരൻ. ലോകം മായയാണ്, ജഡസ്വരൂപമാണ്. ആ ജഡസ്വരൂപത്തിന് ചൈതന്യം നൽകുന്നതാണ് അറിവ് സ്വരൂപമായ ഈശ്വരൻ. അതാണ് ഇവിടെ പറയുന്ന ഉപാധിശൂന്യം. ഉപാധി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നേരത്തെ വ്യക്തമായിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉപാധിയിൽ കൂടെയാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോ ഉപാധിശൂന്യം, ഉപാധിയില്ലാത്ത, അതായത് ഇവിടെ ആരാണ് ഉപാധി? ജഗത്ത്, മായയുടെ ആ ജഗത്താണ് ഉപാധി. ആ ജഗത്തിനെ ഈശ്വരനുമായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഈശ്വരൻ എന്ന് കാണുന്നത്. അപ്പൊ ആ ഉപാധി ഇല്ലാതെ ജഗത്ത് അല്ലെങ്കിൽ മായ ഇല്ലാതെ നോക്കുന്ന അറിവ് സ്വരൂപം ആണ് ബ്രഹ്മം അഥവാ ഈശ്വരൻ. അപ്പോ ഇവിടെ സമാധി ദശാസമ്പന്നം എന്ന് ഇവിടെയും ചേർക്കണം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഇവിടെയും സമാധി ദശാസമ്പന്നം എന്ന് ചേർത്ത് വേണം നമ്മൾ വായിക്കാൻ. അപ്പോ കാരണം വെറുതെ മായയെ നീക്കാൻ പറ്റില്ല. ചുമ്മാ മായയെ നീക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ശുദ്ധ ചൈതന്യം, ശുദ്ധമായ ചൈതന്യം, നേരത്തെ പറഞ്ഞത് തന്നെ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെ, ശുദ്ധം എന്ന് പറഞ്ഞ തന്നെ ശുദ്ധമായ ചൈതന്യം തത്പദ ലക്ഷ്യാർത്ഥ. ആ തത്പദത്തിന്റെ തത് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ ലക്ഷ്യാർത്ഥമായതിനാൽ ഏവം ച ജീവേശ്വരയോഹോ, ഈ വിധം ജീവനും ഈശ്വരനും, ജീവേശ്വരയോഹോ ജീവന്റെയും ഈശ്വരന്റെയും ചൈതന്യരൂപേണ, ആ ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജീവന് ചൈതന്യമുണ്ട്, ലോകത്തിലും ചൈതന്യമുണ്ട്. ജീവന്റെ ചൈതന്യമാണ് അവിടെ ഉപാധിവശാൽ നമ്മൾ അറിയാതിരിക്കുന്നത്. മായ എന്ന ഉപാധി കൊണ്ടാണ്, ലോകം എന്ന ഉപാധി കൊണ്ട് ഈശ്വര ചൈതന്യത്തെയും ചൈതന്യമായി അറിയുന്നില്ല. ഈശ്വരൻ എന്ന് പ്രത്യേകം നമ്മൾ കാണുന്നു. പക്ഷെ രണ്ട് സ്ഥലത്തും ചൈതന്യമുണ്ട്. ആ ചൈതന്യങ്ങൾക്ക് തമ്മിൽ ഭേദമില്ല. രണ്ടും ബ്രഹ്മചൈതന്യം തന്നെ. ജീവനാക്കുന്ന ബ്രഹ്മചൈതന്യവും ലോകത്തെ ലോകമാക്കുന്ന ബ്രഹ്മചൈതന്യവും ഒരേ ചൈതന്യം തന്നെ. ചൈതന്യങ്ങൾ തമ്മിൽ ഭേദം ഇല്ല. ജീവന്റെ ചൈതന്യം ഒന്ന്, ഈശ്വരന്റെ ചൈതന്യം ഒന്ന്, അങ്ങനെ ഇല്ല. രണ്ടും ഒരേ ചൈതന്യമാണ്. ഉപാധിവശാൽ വേറെ വേറെ തോന്നുന്നു. ജീവൻ എന്താണ്? സ്ഥൂല കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരമായിട്ടുള്ള ഉപാധിയുടെ ധർമ്മത്തെ ആ ചൈതന്യത്തിൽ ആരോപിച്ചിട്ട് എന്തു പറയുന്നു? ജീവൻ എന്ന് പറയുന്നു. ആ ശരീരധർമ്മങ്ങളെ അവിടെ ആരോപിച്ച് ജീവൻ എന്ന് പറയുന്നു. മായ, ലോകം, ആ മായയുടെ ധർമ്മത്തെ ആ ചൈതന്യത്തിൽ ആരോപിച്ച് അവിടെ ഈശ്വരൻ എന്ന് പറയുന്നു. അപ്പൊ രണ്ടും വ്യത്യസ്തമായി നമുക്ക് തോന്നുന്നു. ഉപാധിയിലാണ് വ്യത്യാസം, ചൈതന്യത്തില് വ്യത്യാസം ഇല്ല. ഉപാധി വ്യത്യാസം കൊണ്ട് ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്ന് തോന്നുന്നു. അതിനെ, ആ ഉപാധിയെ മാറ്റിയാൽ, ചൈതന്യത്തെ മാത്രം എടുത്താൽ ഈശ്വരനും ജീവനും ഒന്ന് എന്ന ഐക്യം കാണാൻ പറ്റും. അതാണ് തത് ത്വം അസി എന്ന് ഗുരു പറഞ്ഞത്. അപ്പോ ചൈതന്യരൂപേണ അഭേദേ, ഭേദമില്ല എന്ന വിഷയത്തിൽ ബാധകം അഭാവഹ, തെറ്റായിട്ട് ഒന്നും ഇല്ല, അത് ശരി തന്നെ എന്ന് പറയാം. അഭേദം എങ്ങനെയാ വരുന്നത്? ചൈതന്യ രൂപേണ നോക്കുമ്പോൾ അഭേദമാണ്, ഭേദമൊന്നുമില്ല എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അപ്പൊ അങ്ങനെ നാലാമത്തെ മേജർ ടോപ്പിക് അവിടെ തീരുകയാണ്. അതോടുകൂടിയിട്ട് അടുത്ത ടോപ്പിക്കിന് മുമ്പ് വേറെ ഒരു കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ടോപ്പിക് എന്താ? നാലാമത്തെ ടോപ്പിക് ഫലം അല്ലെ, ജ്ഞാനഫലം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനു മുമ്പ് നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? ശാസ്ത്രം നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് പുതിയ അറിവിനെ ശാസ്ത്രം തന്നുകൊണ്ടിരിക്കുന്നു. അറിയാത്ത കാര്യം പലതും പറഞ്ഞു തരുന്നുണ്ട്. അതേതാണ് അറിയാത്ത കാര്യം? അവനവനെ കുറിച്ചുള്ള കാര്യം. നമുക്ക് ബാക്കിയെല്ലാം അറിയാം, അവനവനെ കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേദാന്തം പഠിക്കണം എന്നൊരു ആഗ്രഹം വരാൻ കാരണം. അവനവനെ കുറിച്ച് അറിയണമെങ്കിൽ വേദാന്തം പഠിക്കണം, അല്ലാതെ പറ്റില്ല. ബാക്കി പുറത്ത് എന്ത് പഠിച്ചാലും അവനവനെ കുറിച്ച് അറിയാൻ പറ്റില്ല. വേദാന്തത്തിൽ കൂടി മാത്രമേ അവനവനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഈശ്വരനെ കുറിച്ചും ശരിക്കറിയോ? അറിയില്ല. ഈശ്വരനെ കുറിച്ചും ശരിയായിട്ടുള്ള അറിവ് നമുക്കില്ല.
നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഈശ്വരൻ അങ്ങനെ അല്ല ഈശ്വരൻ ശരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഈശ്വരൻ എന്താ പറയണേ? ഈ ലോകത്തിന് കാരണം എന്ന് പറയുന്നു. അദ്ദേഹത്തെ പറ്റി അത്രേ നമുക്കറിയുള്ളൂ. ഈ ലോകത്തിന് കാരണം എന്ന് നമുക്കറിയുള്ളൂ. അദ്ദേഹവും ചൈതന്യ സ്വരൂപം ആണ് എന്നുള്ളതാണ് ഈശ്വരനെ കുറിച്ച് ശരിക്കും വേണ്ടതായ അറിവ്. അങ്ങനെ ഞാനും ചൈതന്യ സ്വരൂപമാണ്, ആത്മാവാണ്. ഈശ്വരനും ചൈതന്യ സ്വരൂപമാണ്, ബ്രഹ്മമാണ്, ആത്മാവാണ്. ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ഈശ്വരനും വേറെ വേറെ അല്ല. ഭഗവാൻ ബാബ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഈശ്വരൻ എന്ന് എനിക്കറിയാം, നിങ്ങൾ ഈശ്വരൻ എന്ന് നിങ്ങൾക്കറിയില്ല. ആ അറിവാണ് തത്വമസിയിൽ കൂടി ഗുരു ഉപദേശിക്കുന്നത്. ചൈതന്യത്തെ നോക്കി വേണം അത് മനസ്സിലാക്കാൻ. ശാരീരിക ധർമ്മങ്ങളെ കുറിച്ച് നോക്കിയാൽ അത് മനസ്സിലാവില്ല. മായയുടെ ധർമ്മത്തിൽ പോയാലും അറിയില്ല. ശരീരം എന്ന ഉപാധിയിൽ കൂടി ജീവനിലെ ആ ചൈതന്യത്തെ നമ്മള് ശരീരധർമ്മങ്ങളെ വെച്ചുകൊണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ ശരീരമാണെന്ന് പറയുന്നു. മായയുടെ നമ്മളെ കാണുന്ന പ്രപഞ്ചത്തില് ലോകത്തിൽ കാണുന്ന അതിന്റെ ധർമ്മത്തെ വെച്ച്, ലോകധർമ്മത്തെ വെച്ച് ഈശ്വരനെ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു. അവിടെയും ചൈതന്യത്തില് ആ ലോകത്തിന്റെ നമ്മൾ കാണുന്ന ആ പ്രപഞ്ചത്തിന്റെ ധർമ്മങ്ങളെയാണ് ആരോപിക്കുന്നത്. പക്ഷെ രണ്ട് സ്ഥലത്തും ചൈതന്യമാണ്, ഒരേ ചൈതന്യമാണ് രണ്ട് സ്ഥലത്തും എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുമ്പോൾ തത്വമസി നമുക്ക് മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഹം ബ്രഹ്മാസ്മി എന്ന് പറയും തിരിച്ച്. അതാണ് പഠിക്കേണ്ടത്. അപ്പോ ഇത് ശാസ്ത്രത്തിൽ കൂടി നമ്മൾ കേട്ടു, അതാണ് ശ്രവണം ചെയ്തു. നമ്മൾ ശാസ്ത്രത്തിൽ കൂടി ഇതൊക്കെ ശ്രവണം ചെയ്തു. ഇപ്പോ വരുന്ന സംശയം, ഇനി സംശയങ്ങൾ ഇനിയും വരാം. ആ സംശയം മാറ്റുന്നതിന് എന്ത് പറയും? മനനം ചെയ്യണം എന്ന് പറയും. ആ സംശയങ്ങളെ മാറ്റാൻ മനനം ചെയ്യണം എന്ന് പറയും. ഒരാൾക്ക് ശ്രവണവും മനനവും ചെയ്തു എന്ന് വിചാരിക്കുക. അയാൾ സാധന ചതുഷ്ട സമ്പത്തിയോടെ ആയിരിക്കണം. എന്ത്? ഈ ശ്രവണ മനനാദികൾ ചെയ്തിരിക്കണം. ഒരാൾ ശ്രവണവും മനനവും ചെയ്തു, അപ്പോ അയാൾക്ക് എന്ത് വേണം? സാധനാചതുഷ്ടയ സമ്പത്തി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുകൂടി ആയിരിക്കണം ശ്രവണവും മനനവും ചെയ്യേണ്ടത്. എന്നാലേ ഈ ആത്മജ്ഞാനം വരികയുള്ളൂ. ഇങ്ങനെ ചെയ്ത ആൾക്ക് ഇപ്പോൾ ഞാനും ഈശ്വരനും ചൈതന്യ സ്വരൂപം എന്ന സംശയമില്ലാതെ ഉള്ളൊരവസ്ഥയിലേക്ക് എത്തും. ചിലപ്പോൾ തെറ്റ് ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടും സംശയം കൊണ്ടുമാകാം. ചില തെറ്റുകൾ നമ്മൾ ചെയ്യും. അപ്പൊ തെറ്റെങ്ങനെ ചെയ്യുന്നേ? സംശയം കൊണ്ടും തെറ്റ് ചെയ്യാം, അറിവില്ലായ്മ കൊണ്ടും തെറ്റ് ചെയ്യാം. ഈ രണ്ടുമല്ലാതെ തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒന്നിലെ അറിവില്ലാണ്ട് തെറ്റ് പറ്റും, അല്ലെങ്കിൽ ഒരു സംശയം അതാണോ ശരി ഇതാണോ ശരി എന്ന് പറയുന്നത് തെറ്റായത് ചിലപ്പോൾ ചെയ്തു പോകും. ഇപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞത്, നമ്മൾ വീട്ടില് സ്ഥിരം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം പഴയ ഒരു ഷെൽഫില് ഒരു സ്ഥലത്താണ് വെച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് എടുത്തെപ്പോഴും വായിച്ചുകൊണ്ടിരുന്നത്. അതിനെ ഒരു ദിവസം അവിടെ നിന്ന് എടുത്തു മാറ്റി വേറെന്തോ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെന്തോ കാര്യം പറഞ്ഞു പെട്ടെന്ന് അതൊരു സ്ഥലത്ത് വെച്ചിട്ട് പോയി. പിന്നീട് ആ പുസ്തകം വായിക്കാൻ വേണ്ടി ആഗ്രഹം വന്നപ്പോ നേരെ പോയി പഴയ സ്ഥലത്ത് പോയി തപ്പും. നമുക്കൊക്കെ പറ്റുന്നതാണ്. കുറച്ചു നേരം തപ്പിയെല്ലാം കഴിഞ്ഞു, കുറെ പേരോട് ചോദിച്ചെല്ലാം കഴിയുമ്പോഴാണ് ഓർമ്മ വരിക, അയ്യോ പഴയ സ്ഥലത്തല്ലല്ലോ, ഞാൻ മാറ്റി വെച്ചല്ലോ വേറൊരു സ്ഥലത്തേക്ക് എന്നും പറയുമ്പോൾ പുതിയ സ്ഥലത്തേക്ക് പോകും. അപ്പോ ഇവിടെ ചോദ്യം, പഴയ സ്ഥലത്തേക്ക് പുസ്തകം അന്വേഷിച്ച് പോകാൻ കാരണം എന്ത്? നമ്മൾ തന്നെയാണ് പുതിയ സ്ഥലത്ത് വെച്ചത്, പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ആ പഴയ സ്ഥലത്തേക്ക് പുസ്തകം അന്വേഷിച്ചു പോയി? അത് അറിവില്ലായ്മയാണോ സംശയമാണോ? ഇതൊക്കെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഭയങ്കര ഗഹനമായിട്ട് പോകും ഓരോ കാര്യങ്ങളിലും. ഇത് അറിവില്ലായ്മ കൊണ്ടാണോ സംശയം കൊണ്ടാണോ? അവിടെ വെച്ചു എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണോ? അവിടെയാണോ ഇവിടെയാണോ എന്നുള്ള സംശയം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് പഴയ സ്ഥലത്തേക്ക് പോയത്? ഇവിടെ പറയുന്നു, സംശയവുമല്ല അറിവില്ലായ്മയുമല്ല. പിന്നെന്താണ്? ശാസ്ത്രം പറയുന്ന കാരണം വിപരീത ഭാവന എന്നാണ് അതിന് പറയാ. വിപരീത ഭാവന, അതായത് പഴയ സ്ഥലത്ത് പോയി ഒരു സംസ്കാരം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവിടേക്ക് തന്നെ പോയി. പെട്ടെന്ന് പുസ്തകം വേണമെന്ന് ആലോചിച്ച ഉടനെ തന്നെ പഴയ സ്ഥലത്തേക്ക് പോയി. കാരണം അവിടെ നിന്ന് പോയി പുസ്തകം എടുത്തെടുത്ത് ഒരു സംസ്കാരം നമ്മുടെ ഉള്ളില് പതിഞ്ഞിരിക്കുന്നു. ആ സംസ്കാരം മൂലമാണ് നമ്മൾ അവിടെ പോയത്. അപ്പൊ ശീലം കൊണ്ടുണ്ടായതാണത്. പോയി ഒരു ശീലം.
ശീലം കൊണ്ടുണ്ടായ വാസന എന്നതിനെ പറയാം. ശീലം കൊണ്ടുണ്ടായ വാസന. അപ്പോ അതൊരു നേച്ചറായി മാറി, നമ്മുടെ ഒരു നേച്ചറായിട്ട് അത് മാറി. ആ ശീലം കൊണ്ടാണ് തെറ്റ് ചെയ്തത്. തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പുസ്തകം വെക്കാത്ത സ്ഥലത്ത് പോയി പുസ്തകത്തെ തപ്പിയെന്നൊരു തെറ്റ്, അവിടെ പോയി തപ്പി ആ തെറ്റ് ചെയ്തു. ഇതേപോലെയാണ് ശീലം കൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. നാം അറിയാതെയാണ്, നമ്മൾ പോലും അറിയാണ്ടാണ് അത് നടക്കുന്നത്. ആ തെറ്റ് നമ്മൾ പോലും അറിയുന്നില്ല, അറിയാതെ നടക്കുന്നത്. വിപരീതം എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയത്, അല്ലെ? ശരിക്കും തിരിഞ്ഞാണ് നടക്കുന്നത്, തലകീഴായത് എന്നർത്ഥം. ഹാബിറ്റ് കൊണ്ട് തെറ്റ് സംഭവിക്കുന്നുണ്ട്. അതായത് 3 കാരണങ്ങൾ കൊണ്ട് തെറ്റ് സംഭവിക്കാം എന്നാണ് ഇവിടെ ശാസ്ത്രം പറയുന്നത്. 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. 1 അറിവില്ലായ്മ, 2 സംശയം, 3 ശീലം. ഇതാണ് പുതിയ അറിവ്. നമുക്ക് 2 അറിവുണ്ട്. അറിവില്ലായ്മ കൊണ്ട് തെറ്റ് സംഭവിക്കാം, സംശയം കൊണ്ട് തെറ്റ് സംഭവിക്കാം. 3ാമത്തെ അറിവ് ശാസ്ത്രം തരുന്നു, ശീലം കൊണ്ടും തെറ്റ് സംഭവിക്കാം എന്ന്. ഈ വിപരീത ഭാവനയെ, ഈ ശീലം എന്ന വിപരീത ഭാവനയെ, ശീലത്തെ എങ്ങനെ മാറ്റാം? മാറ്റം വേണം. ആധ്യാത്മിക ലോകത്തെ മുന്നോട്ട് പോകുമ്പോൾ അത് മാറണം. എങ്ങനെ മാറും? അതുപോലെ പഴയ ഷെൽഫിലേക്ക് പോയി ഒരു ശീലം ഉണ്ടായത് പുതിയ ഷെൽഫിലേക്ക് പോയി മാറ്റാം. അങ്ങനെയല്ലേ മാറ്റാൻ പറ്റുള്ളൂ. ആ ശീലത്തെ മാറ്റുന്നത്. പഴയ ശീലത്തെ എങ്ങനെയാ മാറ്റുക? പുതിയ ശീലം കൊണ്ടുവരണം, അപ്പോഴേ മാറുള്ളൂ. അപ്പൊ പുതിയ ശീലം വരും. അതുപോലെ ജ്ഞാനം വന്ന ശേഷം എവിടെ ജ്ഞാനം വരിക? അന്ധക്കരണത്തില്. അന്ധക്കരണത്തിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. അഹങ്കാരം, ബുദ്ധി, ചിത്തം എന്നൊക്കെ പറഞ്ഞ് 4 പറഞ്ഞു. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പോ ആ അന്ധക്കരണത്തില് പുതിയ അറിവ് വന്നു. നമുക്ക് പുതിയ അറിവ് വന്നിട്ടുണ്ട്. ശാസ്ത്രം കേട്ടപ്പോ പുതിയ അറിവ് അന്ധക്കരണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ ആരാ മുന്നോട്ട് കൊണ്ടുപോകുന്നേ? ഞാൻ ശരീരം എന്ന് ജന്മജന്മങ്ങളായി പഴയ ഷെൽഫിലേക്ക് പോയിക്കൊണ്ടിരുന്ന പോലെയുള്ള ഒരു ശീലം നമ്മുടെ ഉള്ളില് വന്ന് കിടപ്പുണ്ട്. അതാണ് നമ്മളെ വീണ്ടും വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ശരീരമാണ് എന്നുള്ള ആ ബോധം തന്നെ നമ്മളിൽ നിന്ന് മായാതെ നിൽക്കുന്നത് ഈ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ശീലമാണ്. അതല്ല പറഞ്ഞല്ലേ, എന്നാണ് അജ്ഞാനം തുടങ്ങിയത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ശീലം തന്നെയാണ് ഞാൻ ഈ ശരീരമാണെന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ജന്മത്തിൽ ഓരോ പേരും, ഓരോ അച്ഛനമ്മയുടെ പേരും, ഓരോ തറവാട്ട് പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദേശത്തും ജനിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതേ ശീലം തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴുള്ള ശരീരവും മനസ്സും നശിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴുള്ള ശരീരവും മനസ്സും നശിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ഇതേ ശീലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജന്മജന്മങ്ങളായിട്ട് അത് പോയിട്ടില്ല, അത് കയ്യിലിരിക്കുക. അതുകൊണ്ട് ആ പഴയ തോന്നൽ, ആ ശീലം, ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്ന ചിന്ത ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി നമ്മളെ ആത്മീയ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മവിചാരത്തില് നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. എത്രയൊക്കെ ആത്മ എന്ന് പറഞ്ഞാലും ഉടനെ പേര് പറയും, തറവാട് പറയും, ഇന്നയാളുടെ മോനാണെന്ന് പറയും, ഇന്ന ജോലിയാണെന്ന് പറയും. അങ്ങനെ നമ്മൾ ഉടനെ ശരീരത്തിലേക്ക് പോകും. അപ്പോ ഇടയ്ക്കിടയ്ക്കത് തലപൊക്കി വരും. കാരണം ഞാൻ ആത്മാ എന്നുള്ള ആത്മജ്ഞാനം ഒരു നിഷ്ഠയായിട്ടില്ല. അതാ, നിഷ്ഠയായിട്ടില്ല. നിഷ്ഠ ആത്മാവാണെന്ന് വായിച്ചു, മനസ്സിലായി, കേട്ടു, കുറെ പ്രഭാഷണങ്ങൾ കേട്ടു, കുറെ പുസ്തകങ്ങൾ വായിച്ചു, എല്ലാം പറഞ്ഞു ഞാൻ ആത്മാ എന്നെല്ലാം മനസ്സിലായി എന്ന് പറയുകയും ചെയ്തു. പക്ഷെ ആത്മനിഷ്ഠനായിട്ടില്ല. നേരത്തെ നമ്മളിത് പഠിച്ചതാണ്, ഗുരു എങ്ങനെ ഇരിക്കണം, ആത്മനിഷ്ഠനായിരിക്കണം എന്നൊരു സ്ഥലത്ത് നമ്മൾ ഉപനിഷത്ത് പഠിച്ചപ്പോ പഠിച്ചു. അപ്പൊ ആ നിഷ്ഠ, ഇപ്പോ ഭഗവത്ഗീതയിൽ അത് പറയും, ഗതസംഗസ്യ മുക്തസ്യ എന്ന് പറഞ്ഞ ഒരു ശ്ലോകത്തില് അത് പറയുന്നുണ്ട്. എന്തായിരിക്കണം? ഈ ജ്ഞാനാവസ്ഥിത ചേതസഹ എന്നൊരു വാക്ക് പറയുന്നു. അപ്പൊ ജ്ഞാനാവസ്ഥയില് സ്ഥിരമായി ഇരിക്കുന്ന ഒരാള് എന്നൊരു ഭാഗം കൂടെ പറയുന്നുണ്ട്. ജ്ഞാനാവസ്ഥയിൽ സ്ഥിരമായിട്ട് മനസ്സിനെ ഉറപ്പിച്ച ആൾക്കെ, ഗതസംഗനും മുക്തിയായിട്ടുള്ള ആൾക്ക്, അങ്ങനെ ജ്ഞാനിയായ ആൾക്കെ കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ കർമ്മഫലങ്ങളെ അനുഭവിക്കാതെ കണ്ട്, കർമ്മബന്ധനമില്ലാതെ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവിടെ ഏറ്റവും വിശേഷമായിട്ട് പറയുന്നത് ഈ
ജ്ഞാനാവസ്ഥിത ചേതസഹ എന്നുള്ള വാക്ക്. അപ്പോ അതുപോലെ തന്നെയാണ് ആ സ്ഥിരത, ആ ജ്ഞാനബുദ്ധിയില് എല്ലാ അറിവിൽ വന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ അറിവുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും ശാരീരിക ധർമ്മങ്ങളിലേക്ക്, ആത്മധർമ്മത്തിൽ നിന്ന് വ്യതിചരിച്ച് ശരീരത്തിന്റെ ധർമ്മത്തെ മെയിനായിട്ട് കണ്ടുകൊണ്ട് പലപ്പോഴും പല തെറ്റുകളും നമ്മൾ ചെയ്യും. അപ്പൊ വീണ്ടും കർമ്മത്തിന് നമ്മൾ അടിമയായി പോവും, ബന്ധനത്തിന് അടിമയായി പോവും. അപ്പൊ ഇവിടെ പറയുന്നു ആ ശീലത്തെ മാറ്റണം. ആ ശീലത്തെ മാറ്റി പുതിയ ശീലത്തെ അവിടെ ഉറപ്പിക്കണം. അപ്പൊ എങ്ങനെയാ പുതിയ ശീലം വരുന്നത്? പുസ്തകത്തിന്റെ ഉദാഹരണത്തിൽ പറഞ്ഞത്, പുതിയ ഷെൽഫിലേക്ക് പോയി പഴയ ഷെൽഫിലേക്കുള്ള പോക്ക് നിൽക്കും. അപ്പോ ജ്ഞാനത്തിന് സ്ട്രെങ്ത് ഉണ്ടാവും. നമുക്ക് കിട്ടിയിരിക്കുന്ന ജ്ഞാനത്തിന് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അതെങ്ങനെയാന്ന് ഉദാഹരണം പറയാം. ഉപ്പിലിട്ട നെല്ലിക്കയില്, ആ നെല്ലിക്കയിൽ അല്ലെങ്കിൽ മാങ്ങയില് ഉപ്പ് പിടിക്കുന്ന പോലെ പതുക്കെ അതിൽ ഊറി അതിലെങ്ങനെയാണോ ഉപ്പ് പിടിക്കുന്നത്, അതുപോലെ ഈ ആത്മജ്ഞാനത്തിൽ ഇരുന്ന് കേട്ട് പ്രവർത്തിച്ച് കുറെ ശക്ല ചെയ്ത് അവിടെ നിഷ്ഠ നേടണം. കുറെ സമയമെടുക്കും. ആ സമയം മുഴുവൻ സാധനയാണ്. വെറുതെ ഇരുന്ന കിട്ടത്തില്ല. സാധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് സാധിക്കും. സാധന തുടരണം. ശ്രവണം, മനനം, സാധന തുടരണം. ഈ സമയം എടുത്ത സാധന ചെയ്ത് സമ്പാദിക്കുന്ന സ്ട്രെങ്ത്, ഇപ്പോ ധാരാളം സമയമെടുത്ത് സമ്പാദിക്കുന്ന ആ സാധനങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രെങ്ത് നിഷ്ഠയായിട്ട് നിലനിൽക്കും. അടുത്ത ജന്മത്തിലേക്കും അത് പ്രയോജനം ചെയ്യും. ഇപ്പൊ കുറെ സാധന ചെയ്താൽ അത് കിട്ടും, എങ്ങും പോകത്തില്ല, ഒരു ശകലം പോലും അതിൽ നഷ്ടപ്പെടത്തില്ല. അപ്പോ നമ്മുടെ ആ ശീലം അങ്ങ് മാറി പുതിയ ശീലം അവിടെ വരും. പുതിയ ശീലം എന്താണ്? ശരീരധർമ്മത്തിൽ നിന്ന് ആത്മധർമ്മത്തിലേക്കുള്ള യാത്ര. അപ്പോ ഈ ശ്രവണമനനാദികൾക്ക് ശേഷമുള്ള പ്രാക്ടീസാണ്, അതിന്റെ പേരെന്താണെന്നറിയാലോ? നിധിധ്യാസനം. ശ്രവണമനനാദികളുടെ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പേരാണ് നിധിധ്യാസനം. അത് ആത്മീയ പാതയില് മുന്നേറാൻ ആഗ്രഹിക്കുന്നവര്, ഈശ്വര സാക്ഷാത്കാരം വേണം എന്ന് ആഗ്രഹിക്കുന്നവര്, സ്ഥിതപ്രജ്ഞനാകണം എന്ന് ആഗ്രഹിക്കുന്നവര്, മുക്തനാവണം എന്ന് ആഗ്രഹിക്കുന്നവര് നിധിധ്യാസനം ചെയ്തേ തീരൂ. നിധിധ്യാസനം കൊണ്ട് ജന്മജന്മാന്തരമായിട്ട് വന്നിരിക്കുന്ന ആ ശീലങ്ങൾ മാറുകയുള്ളൂ. നിധിധ്യാസനം നിർബന്ധം. ശ്രവണവും കുറച്ച് കേൾവിയും കുറച്ച് മനനവും മാത്രം പോരാ. നിധിധ്യാസനം എന്ന നിത്യമായിട്ടുള്ള ആ പ്രാക്ടീസ്, രണ്ടിനെയും നിത്യമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏത് സമയവും അതിനകത്ത് തന്നെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തി ഓരോ പ്രവൃത്തിയും അനലൈസ് ചെയ്ത് ഇത് ആത്മ രീതിയിലാണോ അനാത്മ രീതിയിലാണോ? ആത്മാനാത്മ നമ്മൾ നന്നായിട്ട് പഠിച്ചു. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ആത്മതത്വത്തെ ബേസ് ചെയ്തതാണോ അനാത്മതത്വത്തെ ബേസ് ചെയ്തതാണോ? ഞാനിപ്പോൾ ചിന്തിക്കുന്ന ചിന്ത ആത്മതത്വത്തെ ബേസ് ചെയ്തതാണോ അനാത്മസിത്വത്തെ ബേസ് ചെയ്തതാണോ? എങ്ങനെ ഓരോ പ്രവൃത്തിയെയും നന്നായിട്ട് വിശകലനം ചെയ്ത് ആത്മതത്വത്തിൽ മാത്രം ഉറച്ചു നിൽക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പേരാണ് നിധ്യാസനം. ജ്ഞാനത്തെ ജ്ഞാനനിഷ്ഠയാക്കുവാൻ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ധ്യാനം അഥവാ പ്രാക്ടീസ്. ആ ധ്യാനം അതിന് വേണം, ക്ഷമ വേണം. ഇങ്ങനെ ചെയ്യുമ്പോൾ വിപരീത ഭാവനയെ മെല്ലെ നമുക്ക് നീക്കാം. മരണഭയം നമ്മളിൽ നിന്ന് പോകും, മോഹങ്ങൾ പോകും, അസൂയ മാറും, ഭയം മാറും. അതായത് ശ്രവണ മനന നിധിധ്യാസനം ചേർന്നതാണ് ജ്ഞാനയോഗം. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ വരുന്നൊരു സംഭവം അല്ലത്. ശ്രവണ മനന നിധിധ്യാസനം, ഇത് മൂന്നും കൂടി ചേർന്നാലേ ജ്ഞാനയോഗമാവുകയുള്ളൂ. സാധന ചതുഷ്ടയ സമ്പത്തിയെ നൽകുന്നത്, സാധന ചതുഷ്ടയ സമ്പത്തി ആരാ നൽകുക? സാധനകള്. അപ്പൊ കർമ്മയോഗം, ഭക്തിയോഗം എന്നിവയൊക്കെയാണ് ആ സാധനങ്ങളായിട്ട് വരിക. അതിന് പറയും ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്നൊരു കാര്യം കൂടെ നമ്മൾ ശാസ്ത്രമൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ ടോപ്പിക്കായിട്ടുള്ള, എന്താണ് അഞ്ചാമത്തെ ടോപ്പിക്ക്? ജ്ഞാനഫലം. സത്വബോധം എന്ന ആ ഗ്രന്ഥത്തിന്റെ അവസാനത്തെ ടോപ്പിക്കാണ് ജ്ഞാനഫലം. ജീവൻ മുക്തി, വിദേഹമുക്തി, ഈ രണ്ട് കാര്യമാണ് ഫലമായിട്ട് വരിക.
ജീവൻ മുക്തി, പിന്നെന്താണ്? വിദേഹമുക്തി. അപ്പൊ ജീവൻ മുക്തൻ അതാരാണ് എന്നാണ് ഇനി അടുത്തത് ആദ്യം വരുന്നത്. ജീവൻ മുക്തനാകുന്നത് എങ്ങനെ? ആരാണ് ജീവൻ മുക്തൻ? ഇതിന്റെ ഫലമാണ് ജീവൻ മുക്തൻ. അതാരാണ്? അതെന്താണ്? അപ്പൊ അതിന് പറയുന്നു, ഏവം ച വേദാന്തവാക്യൈഹി, ഏവം ച വേദാന്തവാക്യൈഹി സദ്ഗുരു ഉപദേശേന ച, ഏവം ച വേദാന്തവാക്യൈഹി സദ്ഗുരു ഉപദേശേന ച സർവേഷ്വപി ഭൂതേഷു, സർവേഷ്വപി ഭൂതേഷു യേഷാം, സർവേഷ്വപി ഭൂതേഷു യേഷാം ബ്രഹ്മബുദ്ധി ഉൽപ്പന്ന, ബ്രഹ്മബുദ്ധിരുൽപ്പന്ന, ബ്രഹ്മബുദ്ധിരുൽപ്പന്ന തേ ജീവൻ മുക്താഹ ഇത്യർത്ഥഃ. അതാണ് വരുന്നത്. ഏവം ച വേദാന്തവാക്യൈഹി സദ്ഗുരു ഉപദേശേന ച സർവേഷ്വഭൂതേഷു യേഷാം ബ്രഹ്മബുദ്ധിരുൽപ്പന്ന തേ ജീവൻ മുക്താഹ ഇത്യർത്ഥഃ. വേദാന്തം നമുക്ക് ഉപദേശിച്ച ജ്ഞാനം കൊണ്ടുള്ള ഫലം, അതുകൊണ്ടുള്ള പ്രയോജനം എന്ത്? പ്രയോജനമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യോ? ഈ ലോകത്തിൽ ആരും പ്രയോജനമില്ലാത്ത ഒരു കാര്യം ചെയ്യില്ല. സകലമായ ജനങ്ങളും ജീവികളൊക്കെ പ്രയോജനമുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യും. അതിന് പറയും പ്രയോജനം അനുദ്ദിശ്യ മന്ദോപിന പ്രവർത്തതേ എന്ന് പറയും. പ്രയോജനം അനുദ്ദിശ്യ മന്ദഹ അപി ന പ്രവർത്തതേ. മന്ദബുദ്ധിയുള്ളവർ പോലും പ്രയോജനമില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല ഇങ്ങനൊരു മൊഴി പറയും. ജീവൻ മുക്തി തുടർന്ന് വിദേഹമുക്തി, രണ്ട് ബലമാണ് ഇവിടെ പറയുന്നത്. ജീവൻ മുക്തി, വിദേഹമുക്തി. ജ്ഞാനബലം എന്ന് പറയുമ്പോൾ ജീവൻ മുക്തി, വിദേഹം. മുക്തിയാണ് ജ്ഞാനബലം, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. മുക്തിയെ രണ്ടായിട്ട് തിരിക്കാം. ജീവൻ മുക്തി എന്നും വിദേഹമുക്തി എന്നും രണ്ടായിട്ട് തിരിക്കാം. ജീവൻ എന്നാൽ ഉയിരോടെ ഇരിക്കുമ്പോൾ എന്നർത്ഥം, ജീവിച്ചിരിക്കുമ്പോൾ എന്നർത്ഥം. ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ അവിടെ ജീവൻ പ്രയോഗത്തിന് ജീവിച്ചിരിക്കുമ്പോൾ എന്നർത്ഥമാണ് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംസാരത്തിൽ നിന്ന് മോചനം, അതാണ് ജീവൻ മുക്തി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംസാരത്തിൽ നിന്ന് മോചനം, സുഖദുഃഖമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മോചനം, രാഗദ്വേഷങ്ങളിലായ സംസാരത്തിൽ നിന്ന് മോചനം. വിദേഹമുക്തിയോ ശരീരം ത്യജിച്ച ശേഷം, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ശരീരം ത്യജിച്ച ശേഷം വീണ്ടും ഒരു ശരീരം എടുക്കാതിരിക്കുന്ന അവസ്ഥ, അതാണ് വിദേഹമുക്തി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശരീരം, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം, ഇതിൽ നിന്ന് നമ്മൾ ആത്മാ വേറിട്ട ശേഷം ആ ആത്മാ വീണ്ടും ഒരു ശരീരം എടുക്കാതിരിക്കുന്ന അവസ്ഥ, ആ ജീവൻ, ആത്മാ എന്ന് പറയാമേ, ആ ജീവൻ വീണ്ടും ഒരു ശരീരം എടുക്കാതിരിക്കുന്ന അവസ്ഥ, അതിനാണ് വിദേഹമുക്തി എന്ന് പറയുന്നത്. ഇപ്പോ ജീവിച്ചിരിക്കുമ്പോ ദേഹമുണ്ട്, മനസ്സുണ്ട്, ജീവനുണ്ട്. പിന്നെ എവിടുന്ന മോചനം കിട്ടുക എന്നൊരു ചോദ്യം വരാം. ജീവിച്ചിരിക്കുമ്പോ ശരീരമുണ്ട്, മനസ്സുണ്ട്, ജീവനുമുണ്ട്. പിന്നെ എന്തിൽ നിന്നാ ഈ മുക്തി കിട്ടുന്നത്? ജീവൻ മുക്തി, ജീവൻ മുക്തി എന്ന് പറയുന്നല്ലോ. എന്താണ് ഈ സംഭവം? നമ്മൾ നോക്കുമ്പോൾ ജീവനുണ്ട്, ശരീരമുണ്ട്, മനസ്സുണ്ട്. പിന്നെ എന്തിൽ നിന്നാ മുക്തി? ലോകത്തിൽ നിന്നാണോ മുക്തി? അല്ല, നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത്. പിന്നെ എങ്ങനെ ലോകത്തിൽ നിന്ന് മുക്തി കിട്ടുന്നത്? പിന്നെ എന്തിൽ നിന്നാണ് ഈ മുക്തി? ആകെ കൺഫ്യൂഷനായി. ഇത്രയും നാളും പഠിച്ചതെല്ലാം കൂടെ കുളമായി മൊത്തം. മുക്തി മുക്തി എന്ന് പറഞ്ഞു, എന്തിൽ നിന്ന് മുക്തി? ജീവൻ മുക്തി എന്ന് പറയുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി എന്ന് പറയുന്നു. എന്തിൽ നിന്ന് മുക്തി? ശരീരത്തിൽ നിന്നോ? അല്ല. മനസ്സിൽ നിന്നോ? അല്ല. പിന്നെന്താണ്? അറിയില്ല. എന്താണ് ആ മുക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ലോകത്തിൽ നിന്നാണ്? അല്ല. ശോകത്തിൽ നിന്ന് മോചനം, ദുഃഖത്തിൽ നിന്ന് മോചനം. ശോകത്തിൽ നിന്ന് മോചനം, ദുഃഖത്തിൽ നിന്ന് മോചനം. ഭയം, അസൂയ, സംസാരത്തിൽ നിന്ന് മോചനം. ഭയമില്ല, അസൂയയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, ഇതൊന്നുമില്ല. സുഖമില്ല, ദുഃഖമില്ല, ഇതിന്നൊക്കെ മോചനം. ദുഃഖത്തിൽ നിന്ന് മോചനം.
ദുഃഖത്തിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനം. പിന്നെയോ മനസ്സിലെ അസംതൃപ്തിയിൽ നിന്ന് മോചനം. അടിവരായിട്ട് നോക്കിക്കൊള്ളുക, മനസ്സിലെ അസംതൃപ്തിയിൽ നിന്ന് മോചനം. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ടത്, ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ മനസ്സിലെ അതൃപ്തിയിൽ നിന്ന് മോചനം. പിന്നെയോ നിറയ്ക്കാൻ പറ്റാത്ത മനസ്സിനെ നിറയ്ക്കുന്നത് മോക്ഷം. നല്ല നിറവോടുകൂടിയിരിക്കുക മനസ്സ്. നിറയ്ക്കാൻ പറ്റാത്ത മനസ്സാണ് നമ്മുടെ. എത്ര നിറച്ചാലും നിറയുന്നില്ലല്ലോ. അതിനെ നിറച്ചു നിർത്തുക, അതാണ് മോക്ഷം. പിന്നെയോ ആഴ്ന്ന മനസ്സിലെ കുറവുകളിൽ, എനിക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ട്, ഞാൻ ഇങ്ങനെ ജനിച്ചു, എനിക്ക് ഇങ്ങനെയാണ്, എന്റെ സിറ്റുവേഷൻ ഇന്നതാണ്, എന്ത് ചെയ്യാനുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, മനസ്സിലെ കുറവുകൾ. അയാൾ വലിയ ആള്, ഞാൻ ചെറിയ ആള്, അവർക്കിഷ്ടം പോലെ സമ്പത്ത്, എനിക്കൊന്നുമില്ല, അവരെവിടെ, ഞാനെവിടെ, ഇങ്ങനെ ഇകഴ്ത്തി മനസ്സിലെ അവനവനെ ഇകഴ്ത്തുന്ന മനസ്സിലെ വിചാരങ്ങളിൽ നിന്ന് മോചനം. എപ്പോഴും നമുക്കൊരു കുറവ് പറയാനുണ്ട്. എന്തെല്ലാം നമുക്ക് കിട്ടിയാലും നമ്മളൊരു കുറവ് പറയും, ഇല്ലേ? ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞതൊക്കെ ആലോചിച്ച് നോക്കുക. എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇനി പറയാൻ പോകുന്നൊക്കെ ആലോചിക്കുക. നമ്മൾ കുറവ് പറയില്ലേ? തീർച്ചയായിട്ടും ഒരു കുറവ് പറയും. ഞാൻ എല്ലാം കിട്ടി, എല്ലാം കൊണ്ട് ഞാനിപ്പോ സംതൃപ്തനാണ്, പക്ഷേ എന്നൊരു വാക്ക് ഉപയോഗിക്കട്ടെ, എനിക്കെല്ലാം ഉണ്ട് എന്നാലും എന്ന് പറയും. അവരെന്നാലും ഒരു പക്ഷേയൊക്കെ അവിടെ വരും. അതില്ലാതെ ആകണം. അതില്ലാതെ സംതൃപ്തം, മനസ്സ് ഫുള്ളായിട്ട് തൃപ്തിയായിട്ടിരിക്കണം. ഒരു കുറവും മനസ്സിൽ വരരുത്, ഒരു ഭയവും മനസ്സിലുണ്ടാകരുത്, ഒരു ദുഃഖവും മനസ്സിൽ വരരുത്, ഒരു വെറുപ്പും മനസ്സിൽ വരരുത്, ഒരു വിദ്വേഷവും മനസ്സിൽ വരരുത്. അങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ, അതാണ് കൃതകൃത്യ എന്ന് പറയുന്നതിന്. സംസ്കൃതത്തിൽ പറയും, വേദാന്തത്തിൽ പറയും കൃതകൃത്യ. മോക്ഷാവസ്ഥയ്ക്ക് പറയുന്നതാണ് കൃതകൃത്യ. കൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യപ്പെടേണ്ട കാര്യത്തിനാണ് കൃത്യം എന്ന് പറയും. ചെയ്യപ്പെടേണ്ട കാര്യം കൃത്യം. കൃതം എന്ന് പറഞ്ഞാലോ ചെയ്തത്. നമ്മളാൽ ചെയ്ത കാര്യത്തിനാണ് കൃതം എന്ന് പറയാം. കൃത്യ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ടത്, കൃത്യം ചെയ്യപ്പെടേണ്ടത്, കൃതം ചെയ്തത്. അപ്പോ ചെയ്യപ്പെടേണ്ടതെല്ലാം ചെയ്തു തീർന്നു. ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തീർന്നു. കൃതകൃത്യ. അങ്ങനെയുള്ള മനസ്സിന്റെ ഉടമ അയാൾ മോക്ഷത്തിലാണ്, അയാള് മുക്തനാണ്, അയാളാണ് ജീവൻ മുക്തൻ. ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട്, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട്, ഈ മനസ്സ് കയ്യിൽ വെച്ചുകൊണ്ട് എല്ലാം ഇതേപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷേ കൃതകൃത്യനാണ്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, എനിക്കിനി ഒന്നും പ്രത്യേകിച്ച് നേടേണ്ടതായിട്ടില്ല, എല്ലാം കൊണ്ടും ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ഇന്ന കാര്യം ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നില്ല, ഇനി എനിക്ക് അതും കൂടി ചെയ്തേ പറ്റൂ എന്നില്ല, ഞാൻ ഇന്നതേ ചെയ്യുകയുള്ളൂ അതും ഇല്ല, പ്രത്യേകിച്ച് ഒരു വാശിയും ഇല്ലാത്ത അവസ്ഥ. ഞാൻ അങ്ങനെയേ ചെയ്യുള്ളൂ, അങ്ങനെയില്ല, എനിക്കിത് തന്നെ വേണം, അങ്ങനെയില്ല. എന്ത് രസമായിട്ടുള്ളൊരു അവസ്ഥയാ! അങ്ങനെയൊക്കെ എത്താൻ പറ്റുമോ? നമുക്ക് ശ്രമിച്ചു നോക്കാം, അല്ലേ? കേൾക്കുമ്പോ തന്നെ പേടിയാവും. അങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന്. സാധിക്കണം. അതിനാണ് വേദാന്തം പഠിക്കുന്നത്. വീണ്ടും വീണ്ടും ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തരുന്നത് സാധിക്കും, സാധിക്കും, സാധിക്കും എന്നാണ്. നിങ്ങൾ ശ്രമിക്കൂ, ശ്രമിക്കൂ, ശ്രമിക്കൂ എന്ന് ഭഗവത്ഗീത അഭ്യാസേന കൗന്ദേയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആരോഗ്യമനുസരിച്ച് പറ്റുന്നത് ചെയ്യാം. ഇപ്പോഴത്തെ ആരോഗ്യമനുസരിച്ച് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഞാൻ ഈ ശരീരം വിടാൻ തയ്യാറാണ്, എനിക്കിനി ഒന്നും ഈ ശരീരം കൊണ്ട് ചെയ്ത് തീർത്ത് നേടേണ്ടതായിട്ടില്ല, ഞാൻ എപ്പോ വേണമെങ്കിൽ ഈ ശരീരം വിടാൻ തയ്യാറാണ്, ഞാൻ ശരീരമല്ല, പക്ഷെ എനിക്കിനി ജന്മം വേണ്ട, ഞാൻ തൃപ്തനാണ്, എൻ്റെ ഒരു ആഗ്രഹവും ഇനി ബാക്കിയില്ല, ഇനി ഒരു പുതിയ ജന്മം കിട്ടി എനിക്കൊന്നും നേടേണ്ടതായിട്ടില്ല, എന്റെ ഈ ജന്മത്തിലെ കർമ്മങ്ങളെല്ലാം ഞാൻ ഈശ്വരന് അർപ്പിച്ചിരിക്കുന്നു, അതിന്റെ ഫലവും ഞാൻ ഈശ്വരന് അർപ്പിച്ചിരിക്കുന്നു, ആ ഫലം അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഇനി വരേണ്ടതില്ല ഭഗവാൻ, എനിക്ക് വേണ്ട, പുണ്യങ്ങളുടെ ഒരു ഫലവും എനിക്ക് വേണ്ട, പാപം ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, ഇനി എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ എന്നോട് ക്ഷമിക്കും,
അറിയാതെ ചെയ്തു പോയതാണ്. ഈ ജ്ഞാനം കൊണ്ട് അതെല്ലാം മാറട്ടെ. സർവവും ഈശ്വരനാണ് എന്ന് ഞാൻ അറിയുന്നു. ഈശ്വരനല്ലാതെ ഒന്നുമില്ല. ഞാൻ കാരണ സ്ഥൂല സൂക്ഷ്മ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. എന്നെ ഇതൊന്നും ബാധിക്കില്ല. എനിക്കിനി ജന്മം വേണ്ട, ഒരാഗ്രഹവും ബാക്കിയില്ല. നേരത്തെ പറഞ്ഞ വാസനകളൊന്നും എന്നിൽ ഇനി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ശരീരപാദം വരെ മുന്നോട്ട് പോവുക. അതാണ് ജീവൻ മുക്ത അവസ്ഥ. മരിക്കാൻ തയ്യാറായി ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. പറ്റുമോ നമ്മളെ കൊണ്ട്? മരിക്കാൻ തയ്യാറായി ജീവിക്കുക. എപ്പോ വേണമെങ്കിൽ മരിക്കാൻ തയ്യാറാണ്, ഓക്കെയാണ് ഞാൻ, ഒരു പ്രശ്നമില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിൽ പൂർണ്ണ സംതൃപ്തിയാണ് എന്ന അവസ്ഥ. അപ്പോ ജ്ഞാനശേഷം കുറച്ചു കാലം ജീവിക്കും. കാരണം ഈ പ്രാരബ്ധം എന്നൊരു സംഭവം നമുക്കുണ്ട്. പ്രാരബ്ധം തീർന്ന ഉടനെ ശരീരം നശിക്കുകയുള്ളൂ. അതുവരെ ശരീരം നിലനിൽക്കും, പോവില്ല. പ്രാരബ്ധം തീർന്നാലേ ശരീരം പോവുകയുള്ളൂ. അപ്പൊ പ്രാരബ്ധം തീരുമ്പോ സ്ഥൂല ശരീരം തനിയെ നശിക്കും, താഴെ പോവും. പ്രാരബ്ധം തീരുമ്പോഴേ താഴെ പോവുള്ളൂ. ഇതൊക്കെ നമുക്ക് സാധാരണ ജനറലായിട്ട് നമ്മൾ സംസാരിക്കുന്നതാ. പക്ഷെ ആഴത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. എന്തൊരു പ്രാരബ്ധമാണ് കടന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. എത്ര നാളായി കിടപ്പയിൽ കിടക്കുന്നു, എന്തൊരു പ്രാരബ്ധം, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആഴത്തിലേക്ക് ചിന്തിക്കാറില്ല. പ്രാരബ്ധം അനുഭവിക്കട്ടെ, കുഴപ്പമില്ല, സങ്കടങ്ങൾ ഉണ്ടാവട്ടെ, അനുഭവിക്കട്ടെ, വിഷമങ്ങൾ ഉണ്ടാവട്ടെ, ഈ ജന്മം കൊണ്ടത് തീരട്ടെ. അപ്പൊ ചിലര് കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് വഴിപാട് കഴിക്കും. ഭഗവാനെ എത്ര നാളായി കിടക്കുന്നു, വേഗം എടുത്താൽ മതിയിരുന്നു. വേഗം എടുത്താൽ ശരിയാകത്തില്ല, തീർക്കേണ്ടത്. ഭഗവാനോട് പറയേണ്ടത് എന്താ? പ്രാരബ്ധം എത്രയും വേഗം പ്രാരബ്ധം മുഴുവൻ അനുഭവിച്ച് തീരട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഇവിടെ കിടന്നു കഴിയുമ്പോൾ ഉടനെ പോയി വഴിപാട് കഴിച്ചു പെട്ടെന്ന് അവർ പോവാൻ. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി നിൽക്കും. പെട്ടെന്ന് പോകത്തില്ല, നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോകത്തൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സ് സമാധാനത്തിന് വേണ്ടിയിട്ട് പറയും. അപ്പൊ നമുക്ക് പറയാം, എങ്ങനെ പറയാം? പ്രാരബ്ധം ഇനി എന്തെല്ലാം ബാക്കിയുണ്ടോ ഭഗവാനെ അതിനധികം വലിച്ചു നീട്ടാതെ മാക്സിമം വേഗത്തിൽ അത് അനുഭവിച്ച് തീർത്തു ഈ ശരീരം അവരെ വെടിയിപ്പിച്ച് ആത്മാവിനെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കാം. അത് തെറ്റില്ല. അപ്പോ മനസ്സെന്തുണ്ടാവും? അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും എന്നൊരു ചോദ്യമുണ്ട്. സ്ഥൂല ശരീരം നശിക്കും, ശരി, സമ്മതിച്ചു, നമ്മൾ കാണുന്നുണ്ട്. സ്ഥൂല ശരീരം നശിച്ചു, അഗ്നിക്കിരയാക്കി, അല്ലെങ്കിൽ അഗ്നിയെ സമർപ്പിച്ചു, അല്ലെങ്കിൽ ചിലത് ജലസമാധിന് ജലത്തിനകത്ത് പോകും, ചിലര് കുഴിച്ചിടും. അങ്ങനെ ഇരുത്തി കുഴിച്ചിടുക. അങ്ങനെ ചില സന്യാസികളൊക്കെ ഇരുത്തി മണ്ണിനകത്ത് കുഴിച്ചിടും. അങ്ങനെയുണ്ട്. പല പല രീതിയിൽ ഈ ശരീരത്തെ പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുന്ന പരിപാടി. എല്ലാം അവസാനം പ്രകൃതിയിലേക്ക് ലയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പഞ്ചഭൂതത്തിലോട്ട് ലയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാവുന്ന കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ സൂക്ഷ്മമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും തിരിച്ച് പഞ്ചഭൂതത്തിൽ ലയിക്കും. അതാണ് ശാസ്ത്ര നിയമം. അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പൊ മനസ്സിന് എന്തുണ്ടാവും എന്ന് ചോദിച്ചു. സ്ഥൂല ശരീരം പോയി, ഇനി സൂക്ഷ്മ ശരീരം ഉണ്ടല്ലോ, അതിനെന്നാ പരിപാടി? അതെങ്ങനെയാ പോകുന്നേ? നല്ല ചോദ്യമല്ലേ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിനെയാണ് നമ്മൾ ആത്മാ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അതല്ല എന്നൊക്കെ നേരത്തെ പഠിപ്പിച്ചു നമ്മളെ. തത്വബോധം നമ്മളെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സൂക്ഷ്മ ശരീരമല്ല ആത്മാ വേറെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കുക, പഴയ ക്ലാസ്സുകൾ കേൾക്കുക. അപ്പോൾ അറിയാം ഈ സൂക്ഷ്മ ശരീരത്തിന് എന്ത് സംഭവിക്കും. എന്തെങ്കിലും സംഭവിക്കണമല്ലോ, അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം വീണ്ടും ശരീരം എടുക്കില്ലേ? സ്ഥൂല ശരീരത്തെ സ്വീകരിക്കില്ലേ? ഗർഭത്തിൽ ചെന്ന് വീണത് ശരീരം ഉണ്ടാവും. അപ്പൊ സൂക്ഷ്മ ശരീരം പോണം. സൂക്ഷ്മ ശരീരം കൊണ്ട് പോവും. സൂക്ഷ്മ ശരീരം ആരാണ്? ഓരോരോ ദേവതകളെ പറഞ്ഞു. സൂക്ഷ്മ ശരീരത്തിന്റെ ആ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഓരോ ദേവതകളെ പറഞ്ഞു. ആ ദേവതകളിൽ ലയിക്കും. ഈ സൂക്ഷ്മ ശരീരം അതാത് ദേവതകളിൽ ലയിക്കും. അതിന് വേണം പ്രാർത്ഥിക്കണം. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. എന്റെ സ്ഥൂല ശരീരം ഇവിടെ പതിച്ചു കഴിയുമ്പോ എന്റെ സൂക്ഷ്മ ശരീരത്തില് എല്ലാം ഓരോരോ ദേവതകളില്, ഓരോ ഇന്ദ്രിയങ്ങളും ഓരോരോ ദേവതകളിൽ എത്തിച്ചേരണമേ ഭഗവാനെ. എനിക്ക് ഇനിയൊന്നും ബാക്കിയില്ല. ഈ ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കാവുന്നതെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു ഇന്ദ്രിയത്തിലും എനിക്ക് അസംതൃപ്തി ഇല്ല. എല്ലാ ഇന്ദ്രിയങ്ങളുടെ കാര്യത്തിലും ഞാൻ പൂർണ്ണ സംതൃപ്തിയോടെ ഇരിക്കുന്നു. ഈ ഇന്ദ്രിയങ്ങളെല്ലാം അതാത് ദേവതകളിൽ, ഈ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളെല്ലാം അതാത് ദേവതകളിൽ ലയിക്കട്ടെ. എന്റെ സൂക്ഷ്മ ശരീരം ഇല്ലാതാകട്ടെ.
അപ്പോ ബാക്കി എന്താണ്? കാരണ ശരീരം. അപ്പൊ വാസന, നേരത്തെ പറഞ്ഞു വാസനകളെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു, പഴയ സ്ഥലത്തേക്കൊന്നും പോകത്തില്ല. വാസന എല്ലാം മാറ്റി ബ്രഹ്മനിഷ്ഠമായി കാരണ ശരീരവും അവിടെ നശിച്ചു. ബീജം അവിടെ ഇല്ല, വിത്തില്ല. വിത്തിനെ ഉണങ്ങിയ വിത്ത് മുളയ്ക്കുവോ? മുളക്കില്ല. വിത്തിനെ ഉണക്കി നോക്കൂ, മുളക്കില്ല. ഇപ്പൊ വെയിലത്ത് വെച്ച് ചില കാര്യങ്ങൾ വെള്ളം മാറ്റാൻ വേണ്ടി അതെല്ലാം വറക്കുക. ഇനി ഉണക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട, വറക്കുക. വിത്തിനെ വറുത്താൽ പിന്നെ അത് മുളയ്ക്കുവോ? മുളയ്ക്കില്ല. ആ വറക്കുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞ ആത്മചിന്ത. ആത്മീയമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ വറക്കലാണ് അവിടെ നടക്കുന്നത്. വറുത്ത് ഈ കാരണ ശരീരത്തെ ഇനി മുളയ്ക്കാത്ത രീതിയിലാക്കി തീർക്കുക. അതിനാണ് ഇത് മുഴുവൻ പഠിക്കുന്നേ. അപ്പൊ അങ്ങനെ സൂക്ഷ്മ ശരീരം അതാത് ദേവകളിലേക്ക് പോകും. കാരണ ശരീരം ഇല്ലാതെ കണ്ടാകും. വീണ്ടും ജനനമുണ്ടാവില്ല. ആത്മസ്വരൂപമായി സച്ചിത് ആനന്ദമായി നിലനിൽക്കും. അപ്പൊ എന്തായി? അതാണ് വിദേഹമുക്തി. നമ്മൾ അറിയാതെ തന്നെ വിദേഹമുക്തിയിലേക്ക് വന്നു. ജീവൻ മുക്തൻ വിദേഹമുക്തനായി. ശരീരം വിടുന്നതിന് മുന്നേ പൂർണ്ണ സംതൃപ്തനായി. എനിക്കിനി ഒന്നും നേടേണ്ടതായില്ല, പ്രാരബ്ധം തീരുന്നവരെ ഞാൻ ഈ ശരീരത്തിൽ ഉണ്ടാകും. ഈ ഷർട്ട് അപ്പോഴേ ഞാൻ അഴിക്കുള്ളൂ, അതുവരെ ഈ ഷർട്ട് ഞാൻ ഇട്ടോണ്ടിരിക്കും. ഇത് വിടുമ്പോ എന്റെ സൂക്ഷ്മ ശരീരവും അതാത് ദേവതകളിൽ ലയിക്കും. എന്റെ കാരണ ശരീരം, പഴയ ശീലമെല്ലാം പോയി. ഇപ്പോ ബ്രഹ്മനിഷ്ഠനാണ് ഞാൻ. എനിക്ക് സർവവും ബ്രഹ്മം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീവൻ മുക്തനായിരിക്കുന്ന ഞാൻ ഈ ശരീരം പതിച്ചു കഴിയുമ്പോ വിദേഹമുക്തനും കൂടെയാകും. ഇനിയൊരു ശരീരം എനിക്ക് എടുക്കേണ്ടി വരില്ല. ജനനം ഇനി ഇല്ല. അപ്പോൾ മരണവും ഇല്ല. ജനിച്ചാലല്ലേ മരിക്കുള്ളൂ. അതാണ് അമൃതത്വം. മരണമില്ലാത്ത അവസ്ഥ എപ്പോഴാണ്? ജനനമില്ലാതിരിക്കുമ്പോ. അല്ലാതെ മരണമില്ലാതിരിക്കില്ല. ജനിച്ചു കഴിഞ്ഞില്ലേ, പ്രാരബ്ധം കൊണ്ട് ജനിച്ചു, പിന്നെ മരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ ജനനമില്ലാതിരിക്കണം. അപ്പോ ജ്ഞാനിയുടെ മരണം എന്ത് മരണമാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ജ്ഞാനിയുടെ മരണം എന്ത് മരണം? അവസാന മരണം. ജ്ഞാനിയുടെ മരണം, ജ്ഞാനിക്ക് ഒരൊറ്റ മരണമേ ഉള്ളൂ, ഇനി മരിക്കത്തില്ല. ഒരൊറ്റ മരണം, ആ മരണത്തോടുകൂടി തീർന്നു. എന്താ കാര്യം? ഇനി ജനിക്കില്ല. അത് തന്നെ, ജനിച്ചാലല്ലേ മരിക്കുള്ളൂ. അപ്പൊ ജ്ഞാനിക്ക് ഒരേ ഒരു മരണം, ജ്ഞാനിയുടെ മരണം അവസാനത്തെ മരണം. ഇനി ഒരു മരണം അദ്ദേഹത്തിന് ഉണ്ടാകില്ല. കാരണം ഇനി ഒരു ജനനം അദ്ദേഹത്തിന് ഇല്ല. അപ്പോ ഇത്രയും വരെ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഇതിന്റെ തുടർച്ചയായിട്ട് കുറെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോ ജീവൻ മുക്തൻ, വിദേഹമുക്തി, ജീവൻ മുക്തി, വിദേഹമുക്തി, ഇതിന്റെയൊക്കെ ഒരു ഏകദേശ രൂപം മനസ്സിലായല്ലോ. ഇതിനെ മനനം ചെയ്യുക, നിധിധ്യാസനം നിർബന്ധമായിട്ടും ജീവിതത്തില് പ്രാവർത്തികമാക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഈ തത്വബോധമൊക്കെ പഠിച്ച് മുന്നോട്ട് പോയതിന്റെ പ്രയോജനം ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതിന് ഭഗവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ജീവൻ മുക്ത ഫലത്തെ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കാരം. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. തിങ്കളാഴ്ച പതിപോലെ ക്ലാസ് ഉണ്ട്. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം സാർ. സായിരാം. 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 സായിരാം.